നമസ്കാരം. ഇന്ത്യൻ ടെലികോം വിപണിയിൽ അടുത്തിടെയുണ്ടായ വൻ സംഭവമായിരുന്നു സ്വകാര്യ ടെലികോം കമ്പനികൾ നടപ്പിലാക്കിയ നിരക്ക് വർധന. 2024 ജൂലൈയിലാണ് സ്വകാര്യ ടെലികോം കമ്പനികളായ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നീ തങ്ങളുടെ റീചാർജ് പ്ലാനുകളുടെ നിരക്കുകൾ ഉയർത്തിയത്. 11% മുതൽ 25% വരെ നിരക്ക് വർധന ഉണ്ടായിരുന്നു. ഇതോടെ അടിസ്ഥാന റീചാർജ് പ്ലാനുകൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത നിരക്കിലാണ് ഉണ്ടായിരുന്നത്. അടിസ്ഥാന പ്ലാനുകൾക്കുൾപ്പെടെ നിരക്കുകൾ ഉയർന്നതോടെ പ്രതിഷേധം ഏറെ ശക്തമാവുകയും പ്രതിപക്ഷം ഉൾപ്പെടെ വിഷയം ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. ടെലികോം കമ്പനികൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ ടെലികോം നിരക്ക് വർധനയിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന അന്നു തന്നെ ആവശ്യം ഉയർന്നതാണ്. അംബാനി അടക്കമുള്ള വമ്പന്മാർ സർക്കാർ പിന്തുണ നൽകുകയാണ് എന്ന് പ്രതിപക്ഷം ആരോപണവും ഉന്നയിച്ചിരുന്നു. എന്നാൽ അന്ന് വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. താരിഫുകൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിധിയിൽ വരുന്നതാണെന്നും അതിനാൽ ടെലികോം കമ്പനികളുടെ താരിഫ് തീരുമാനങ്ങളിൽ സർക്കാർ ഇടപെടില്ല എന്നുമായിരുന്നു സർക്കാർ വ്യക്തമാക്കിയത്. ഇപ്പോൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സഹമന്ത്രി ഡോക്ടർ പെമ്മസാനി ചന്ദ്രശേഖർ നിരക്ക് വർധനയിൽ ഇടപെടാൻ സർക്കാരിന് കഴിയില്ല എന്ന് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ടെലികോം സേവനദാതാക്കൾക്ക് ഡിമാൻഡിന്റെയും വിതരണത്തിന്റെയും വിപണി മത്സരത്തെ അടിസ്ഥാനമാക്കി ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾക്ക് താരിഫ് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ട്രായുടെ നയം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നാണ് പെമ്മസാനി ചന്ദ്രശേഖർ പറഞ്ഞത്. മാത്രമല്ല, ഇന്ത്യയിലെ ടെലികോം നിരക്കുകൾ കേരളത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കുകളാണെന്നും ഇന്ത്യയുടെ അയൽപക്കങ്ങളെക്കാൾ കുറഞ്ഞ നിരക്കാണ് ഇവിടെയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. താരതമ്യത്തിനായി ഇന്ത്യയിൽ 1 GB ഡാറ്റയുടെ ശരാശരി വില $0.20 താഴെയാണ്. അതേസമയം US-ൽ ശരാശരി $6 എന്നാൽ ഇന്ത്യയിലെ വില മറ്റ് രാജ്യങ്ങളിലെ വിലയേക്കാൾ കുറവാണ് എന്ന മന്ത്രിയുടെ ന്യായീകരണം സാധാരണക്കാരായ ടെലികോം വരിക്കാർ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. സ്വകാര്യ കമ്പനികൾ നിരക്ക് കൂട്ടിയതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് നിരക്ക് വർധനയിൽ ഇതിനകം തന്നെ പ്രതിഷേധമുള്ള ടെലികോം വരിക്കാരെ കൂടുതൽ പ്രകോപിതരാക്കാൻ സാധ്യതയുണ്ട്. നിരക്ക് വർധനയെ തുടർന്ന് സ്വകാര്യ കമ്പനികൾക്കെതിരെ ഉയർന്ന ജനരോഷം യഥാർത്ഥത്തിൽ അനുഗ്രഹമായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNL-നാണ്. നിരക്ക് കൂട്ടിയ സ്വകാര്യ കമ്പനികളോടുള്ള പ്രതിഷേധം എന്ന നിലയിലും കുറഞ്ഞ നിരക്കിൽ മികച്ച ടെലികോം ആനുകൂല്യങ്ങൾ ആസ്വദിക്കാമെന്ന നിലയിലും നിരവധി പേരാണ് ഇപ്പോൾ BSNL-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. BSNL ലക്ഷ്യമിട്ട 4G വ്യാപനം പാതി ദൂരം പിന്നിട്ടു എന്ന വാർത്തയും BSNL-ലേക്ക് എത്താൻ ആളുകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. നിരക്ക് വർധന നടപ്പായ ജൂലൈ മുതൽ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് വരിക്കാർ കുറയുകയും BSNL-ന് വരിക്കാർ കൂടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വരിക്കാരെ നഷ്ടമായിരിക്കുന്നത് ജിയോയ്ക്കാണ്. അതേസമയം ആളുകളുടെ പ്രതിഷേധങ്ങളെ സ്വകാര്യ കമ്പനികൾ കാര്യമാക്കുന്നില്ല. കാരണം നിരക്ക് വർധനയെ തുടർന്ന് എല്ലാ സ്വകാര്യ കമ്പനികളുടെയും വരുമാനം ഏറെ വർദ്ധിച്ചിട്ടുണ്ട്.